all welcome back to my channel. ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്വിൻസ് തീം കേക്കാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ മാത്രമേ ഈ ഒരു കേക്കിൽ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് രണ്ട് ഫ്ലേവറിലാണ് ചെയ്യുന്നത്. ഒന്ന് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളും പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബോയിൻ്റെയും ഗേളിൻ്റെയും ആണ് ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ ഞാൻ ഗേളിൻ്റെത് പിങ്ക് ഷെയ്ഡ് കൊടുത്തിട്ട് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളും പിന്നെ ബോയിൻ്റെത് ബ്ലാക്ക് ചോക്ലേറ്റ് ട്രഫിളുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് 2 കിലോ വെയിറ്റിലാണ് ഈ കേക്ക് വരുന്നത്. അപ്പോൾ 3 കിലോയുടെ ബേസ് വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. കേക്കിലേക്കും വേണ്ടിയിട്ടുള്ള സ്പോഞ്ച് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് സ്പോഞ്ചും പിന്നെ വാനില സ്പോഞ്ചും ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെയും റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തലേന്നേ ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ക്ലീൻ റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 കേക്കും ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം തന്നെ 2 കേക്കും ഫ്രോസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ബോർഡിൽ വെച്ചിട്ട് ഒരുമിച്ചിട്ട് അറ്റാച്ച് ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 2 കേക്കും ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ 2 കേക്കും 1 കിലോ വെയിറ്റിലാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട വെച്ചിട്ടാണ് 2 സ്പോഞ്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ വാനില സ്പോഞ്ച് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചോക്ലേറ്റ് സ്പോഞ്ച് ഇതാ ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. അടുത്തതായി കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 കപ്പ് ക്രീമാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്രീമിലേക്ക് ആവശ്യത്തിനുള്ള വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡബിൾ ആവുന്നതുവരെ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. 2 കപ്പ് ക്രീം മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. ഫ്രോസ്റ്റിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഡെക്കറേഷനൊന്നും ക്രീം വെച്ചിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ 2 കപ്പ് ക്രീം മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ അതൊന്ന് ഡബിൾ ആയതിനു ശേഷം ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. സ്പീഡ് കൂട്ടിയിട്ട് സ്റ്റിഫാകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ഈ ക്രീം നമുക്ക് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. അടുത്തതായി വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളിന് വേണ്ടിയിട്ടുള്ളതും പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ട്രഫിളിന് വേണ്ടിയിട്ടുള്ള ഗനാഷ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ഞാനിവിടെ 80 മില്ലിയുടെ കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൽ 3 തവണയായിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത വൈറ്റ് ചോക്ലേറ്റ് ഇടുന്നുണ്ട്. ആദ്യം തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതുപോലെ 3 തവണയായിട്ട് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെയിം കപ്പിൽ തന്നെ 1 കപ്പ് ക്രീമും ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ 3:3:1 എന്നുള്ള റേഷ്യോയിലാണ് എടുക്കുന്നത്. അപ്പോൾ 3 തവണ ചോക്ലേറ്റും അതേ സെയിം കപ്പിന് തന്നെ 1 തവണ ക്രീമുമാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും ഇതുപോലെ എടുക്കുകയാണെങ്കിൽ. ഞാൻ എല്ലാം ഒരുമിച്ചിട്ട് തന്നെ മെഷർ ചെയ്തിട്ട് തന്നെയാണ് സാധാരണ എടുക്കാറുള്ളത്. അപ്പോൾ നീ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 3 തവണയായിട്ട് ആഡ് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളതാണ്. ഈ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു തിക്നെസ്സിൽ കിട്ടും. വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളിന് വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ 3:1 എന്നുള്ള റേഷ്യോ. പിന്നെ ഡാർക്ക് ചോക്ലേറ്റിന് 2:1 ആണ് എടുക്കുന്നത്. ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് സൈഡിലോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഒരു ബൗളിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇതിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് മെൽറ്റാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പാർട്ട് ചോക്ലേറ്റും പിന്നെ 1 പാർട്ട് വിപ്പിംഗ് ക്രീമും വെച്ചിട്ടാണ് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കിയിട്ട് സൈഡിലോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഒരു ബൗളിനകത്തേക്ക് മാറ്റുന്നുണ്ട്. പകുതി ഒരു ബൗളിനകത്തേക്ക് മാറ്റുന്നുണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗനാഷിൽ നിന്നും 2-3 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ചോക്ലേറ്റ് ആയിട്ട് വേണം അത്രയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇന്ന് പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ചോക്ലേറ്റ് ഗനാഷ് ക്രീമിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കട്ടിയായി പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും അടുത്ത ബൗളിനകത്തേക്ക് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതും ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റി വെക്കാം രണ്ടും ഉണ്ടാക്കിയിട്ട്. അപ്പോൾ 2 ബൗളിലുള്ള ക്രീം ഞാൻ ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം, കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിവിടെ 3 കിലോയുടെ ബേസിൽ ഇതുപോലെ ഇങ്ങനെ നമ്മളുടെ കേക്ക് വെച്ച് കൊടുക്കുക 2 സൈഡിലോട്ടേക്കായിട്ട്. സ്ക്വയർ ബേസ് തന്നെ എടുക്കുക കേട്ടോ, എന്നാലും നമുക്കിതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് 2 സൈഡിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നില്ലല്ലോ, അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നടുക്കുന്ന നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ 2 കേക്കും വെച്ച് കൊടുത്തതിന് ശേഷം എത്രത്തോളം വേണം നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ചെറിയ പീസേ കട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ മൗൾഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് കട്ട് ചെയ്യേണ്ടത് വരുന്നത്. അല്ലെങ്കിൽ 7 ഇഞ്ചിൻ്റെ മൗൾഡിലാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ 2 കേക്കിൽ നിന്നും ഒരേപോലെ ചെറിയ പീസ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം എത്ര പുറത്തേക്ക് വീണ്ടും തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കട്ട് ചെയ്ത് മാറ്റാം. 7 ഇഞ്ചിൻ്റെ മൗൾഡ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ ഇതിവിടെ കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ക്രീം ഫ്രോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് വേണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്രീം ഫ്രോസ്റ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ 2 കേക്ക് നമുക്ക് വേറെ ആയിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം, നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. എല്ലാ വശത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇനി കേക്കിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വൈറ്റ് ചോക്ലേറ്റ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ വശത്തേക്കും ഒരേ തിക്നെസ്സിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീമിന് മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റ് പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് തന്നെ വെറ്റാക്കി എടുക്കാം. ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുകളിലായിട്ട് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തേർഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ കേക്കിന് മുകളിലും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് തന്നെ വെറ്റാക്കി എടുക്കാം. ഞാൻ ഏറ്റവും താഴെ വരുന്ന ലെയറാണ് കേട്ടോ മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. കുറച്ച് ക്രീം കൊണ്ട് ആദ്യം തന്നെ ക്രം കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തതിന് ശേഷം കവർ ചെയ്തെടുത്താലും മതി. ക്രം കോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് തിക്കായിട്ട് തന്നെ ക്രീം കൊണ്ട് നമ്മുടെ കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്ക്രാപ്പർ യൂസ് ചെയ്യാം. ഇനി മുകൾ വശം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റാം. നന്നായിട്ട് സെറ്റായതിനു ശേഷം നമുക്കിതിന് മുകളിലായിട്ട് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. 1-2 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ കുറച്ച് സമയം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ സമയം ഇല്ലെങ്കിൽ ഫ്രീസറിനകത്ത് വെച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത കേക്ക് നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വേറൊരു ബോർഡ് വെച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് തന്നെ വെറ്റാക്കി എടുക്കാം. അതിനുശേഷം ചോക്ലേറ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ലെയറിലും. ഇതുപോലെ എല്ലാ വശത്തേക്കും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. നൈഫ് കൊണ്ട് എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സെയിം ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റാക്കിയതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗനാഷ് എല്ലാ വശത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. റെഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് തന്നെ വെറ്റാക്കിയെടുക്കാം. അതിനുശേഷം ക്രീം കൊണ്ട് നമുക്ക് കേക്ക് കവർ ചെയ്തെടുക്കാം. കേക്ക് ഫിനിഷാക്കി എടുത്തതിന് ശേഷം നമുക്കിത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ടേക്കോ അല്ലെങ്കിൽ ഫ്രീസറിനകത്തേക്കോ മാറ്റിയിട്ട് സെറ്റാക്കി എടുക്കാം. നന്നായിട്ട് തണുത്ത് വരണം. അതിനുശേഷം മാത്രമേ ഗനാഷ് മുകളിൽ ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ക്രീം മെൽറ്റായി പോവും. അപ്പോൾ 2 കേക്കും ഞാൻ ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റിയിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് രണ്ടും നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്കിന് മുകളിൽ ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വൈറ്റ് കേക്കിന് മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ കുറച്ച് പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതാണ്. കേക്ക് മുഴുവനായിട്ടും കവറാവുന്ന രീതിയിൽ കേക്കിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ തന്നെ ഗനാഷ് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ചിലപ്പം തിക്കായി പോയിട്ടുണ്ടാവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് മെൽറ്റാക്കിയതിന് ശേഷം കേക്കിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ല ചൂടിൽ കേക്കിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത്, അപ്പോൾ ക്രീം മെൽറ്റാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നന്നായിട്ട് ചൂട് ആറിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കരുത്, നേരിയ ചൂടിൽ വേണം കേക്കിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കേക്ക് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഡാർക്ക് ചോക്ലേറ്റ് കേക്കിന് മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 കേക്കിലും ഗനാഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഗനാഷ് ഒന്ന് സെറ്റാക്കി ഇട്ടാൻ വേണ്ടിയിട്ടാണ്. കേക്ക് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്കിതാ നമ്മുടെ കേക്ക് വെക്കാനുള്ള ബേസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. 3 കിലോ കേക്ക് വെക്കുന്ന ബേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ക്രീം ഇതേപോലെ ഒരു സൈഡിലോട്ടേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ കേക്ക് 2 നൈഫ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് ഒരു സൈഡിലോട്ടേക്കായിട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം മറ്റേ ഡാർക്ക് ചോക്ലേറ്റ് കേക്ക് ഇതേപോലെ ഒന്ന് മറ്റേ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ഫൗണ്ടൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ആ ഒരു ജോയിൻ്റ് വരുന്ന ഭാഗത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഫൗണ്ടൻ്റെ ലോലിപോപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2 കാൻഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ പേര് എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക, എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.